പൂന്തോട്ടങ്ങളും കളിയായ കുട്ടികളും നിറഞ്ഞ സമാധാനപൂർണമായ ഒരു പട്ടണത്തിൽ മിയ എന്ന കൗതുകമുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. പര്യവേക്ഷണം ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും അവൾ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം അവളുടെ മുത്തശ്ശി അവൾക്ക് മുന്നറിയിപ്പ് നൽകി, മിയ, പഴയ മേൽക്കൂരയിൽ നിന്ന് അകന്നു നിൽക്കുക. ഇത് മിയയുടെ കൗതുകം കൂടുതൽ വർദ്ധിപ്പിച്ചു. എന്തെല്ലാം രഹസ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം? അവൾ ആശ്ചര്യപ്പെട്ടു. ഒരു ശാന്തമായ ഉച്ചകഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ മിയാവ് വിറക്കുന്ന പടികൾ കയറി മേൽക്കൂരയിലേക്ക് കയറി. പൊടിപടലങ്ങൾ, പുരാതന പുസ്തകങ്ങൾ, തിളങ്ങുന്ന അലങ്കാരവസ്തുക്കൾ എന്നിവയാൽ ആ മുറി നിറഞ്ഞിരുന്നു. മറന്നുപോയ നിധികളിൽ ഒരു മാന്ത്രികമായ തിളക്കം സൃഷ്ടിക്കുന്ന സൂര്യപ്രകാശം ഒരു ചെറിയ ഇരുണ്ട ജാലകത്തിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. അവൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു ഉയർന്ന ഷെൽഫിൽ തിളങ്ങുന്ന ഒരു തടിപ്പെട്ടി പിടിച്ചെടുത്തു. അകത്ത് എന്തായിരിക്കും? അവൾ ചിന്തിച്ചു. അവളുടെ ഹൃദയം ആവേശം കൊണ്ട് തുടിക്കുന്നു. പരിശ്രമത്തോടെ അവൾ പെട്ടി താഴേക്ക് കൊണ്ടുവന്ന് തുറന്നു. അകത്ത് സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ച് തിളങ്ങുന്ന സ്വർണ്ണ താക്കോൽ അവൾ കണ്ടെത്തി. ഒരു മാന്ത്രിക താക്കോൽ. മിയ നെടുവീർപ്പിട്ടു. അത് അൺലോക്ക് ചെയ്തതെന്താണെന്ന് കണ്ടെത്താനുള്ള പ്രേരണ അവൾക്ക് ചെറുക്കാൻ കഴിഞ്ഞില്ല. മിയ മേൽക്കൂരയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ പൊടിയുള്ള തുണിയിൽ പൊതിഞ്ഞ ചെറുതും അലങ്കരിച്ചതുമായ ഒരു നെഞ്ച് കണ്ടെത്തി. മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങുന്നതുപോലെ തോന്നിക്കുന്ന നിഗൂഢമായ ചിഹ്നങ്ങളാൽ നെഞ്ച് പൊതിഞ്ഞിരുന്നു. സ്വർണ്ണ താക്കോൽ ഉപയോഗിച്ച് അവൾ അത് അൺലോക്ക് ചെയ്തു. പെട്ടെന്ന് മിന്നുന്ന മൂടൽമഞ്ഞിന്റെ ഒരു ചുഴലിക്കാറ്റ് വായുവിൽ നിറഞ്ഞു. സംസാരിക്കുന്ന ഒരു ചെറിയ മുയൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ രോമങ്ങൾ മഞ്ഞുപോലെ വെളുത്തതും കണ്ണുകൾ കുഴപ്പങ്ങളാൽ തിളങ്ങുന്നതുമാണ്. എന്നെ മോചിപ്പിച്ചതിന് നന്ദി, മുയൽ അലറി വിളിച്ചു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. മാന്ത്രികത നഗരത്തിലേക്ക് വിടപ്പെട്ടു. രസകരമായ മുയലിനൊപ്പം മിയ ഓടിപ്പോയ മിന്നലുകളെ പിന്തുടരുകയും മാന്ത്രിക അപകടങ്ങൾ പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് പട്ടണത്തിലൂടെ ഓടി. മുത്തശ്ശി ഉണരുന്നതിനു മുമ്പ് അവൾക്ക് മാന്ത്രികത പുനഃസ്ഥാപിക്കേണ്ടിവന്നു. സാഹസികതകളും ദുരന്തങ്ങളും നിറഞ്ഞ ഒരു ഉച്ചകഴിഞ്ഞ് മിയയ്ക്ക് ഒടുവിൽ എല്ലാം ശരിയാക്കാൻ കഴിഞ്ഞു. താൻ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് കരുതി അവൾ വീട്ടിലേക്ക് തിരിഞ്ഞു. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ, മിയ, നിങ്ങൾ മേൽക്കൂരയിൽ പോയിട്ടുണ്ടോ? മുത്തശ്ശിയുടെ ശബ്ദം മെല്ലെ പ്രതിധ്വനിച്ചു. മിയയുടെ കവിളുകൾക്ക് പിങ്ക് നിറമായി. പക്ഷേ ഞാൻ അത് ശരിയാക്കി. അസ്വസ്ഥമായ ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ധാർമ്മികത. കൗതുകം ആവേശകരമായ സാഹസികതകളിലേക്ക് വാതിലുകൾ തുറന്നേക്കാം, പക്ഷേ ചില രഹസ്യങ്ങൾ സ്പർശിക്കപ്പെടാതെ വിടുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും അനന്തരഫലങ്ങൾ മാന്ത്രിക അരാജകത്വമാകും.